എറണാകുളം കടമക്കുടി പഞ്ചായത്തിലെ മുറിക്കൽ ദ്വീപിന് ഒരു പ്രത്യേകതയുണ്ട്. 4 നൂറ്റാണ്ടായി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും 100% വോട്ട് രേഖപ്പെടുത്തുന്ന സ്ഥലമാണ് മുറിക്കൽ ദ്വീപ്. വെള്ളത്താൽ ചുറ്റപ്പെട്ട മനോഹരമായ തുരുത്തിലെ ഏക വോട്ടറാണ് ജോസഫേട്ടൻ. കഥയറിയാം. നമുക്കൊരു യാത്ര പോയാലോ? കടമുക്കുടി പഞ്ചായത്തിലെ മുറിക്കൽ ദ്വീപിലേക്കാണ് യാത്ര എന്ന് പറയുന്നത്. ഈ ദ്വീപിൽ കഴിഞ്ഞ കുറച്ച് വർഷത്തിലധികമായി ജോസഫേട്ടൻ മാത്രമാണ് താമസിക്കുന്നത്. ആ ജോസഫേട്ടൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഈ യാത്ര. ഷീറ്റ് വലിച്ചു കെട്ടിയ ഒറ്റമുറി വീട്ടിലാണ് ജോസഫേട്ടൻ്റെ താമസം. 2.5 പതിറ്റാണ്ട് മുൻപ് വരെ ജോസഫേട്ടനെ കൂടാതെ സഹോദരങ്ങളും ബന്ധുക്കളും ഉൾപ്പെടെ മുറിക്കലിൽ 19 വോട്ടർമാരുണ്ടായിരുന്നു. ജീവിത സൗകര്യങ്ങൾ തേടി മറ്റുള്ളവരെല്ലാം ദ്വീപ് ഉപേക്ഷിച്ചു പോയി. ഇതോടെ ജോസഫേട്ടൻ ഇവിടെ തനിച്ചായി. ഇവിടെ ഞങ്ങൾ ചേട്ടനനിയന്മാർ 3 പേരുണ്ടായിരുന്നു. 3 വീടുണ്ടായിരുന്നു. ഇവിടെ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ വെള്ളമില്ലാഞ്ഞ സമയത്ത് ഞങ്ങൾ ബാർജിലാണ് ഇവിടെ വെള്ളം അടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ബാർജിൽ വെള്ളം എടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂറേ വെള്ളം അടിക്കുകയുള്ളൂ. ആ 1 മണിക്കൂറിനുള്ളിൽ ചില വേറെ ആൾക്കാരൊക്കെ എടുത്ത് കഴിച്ച് ഞങ്ങൾക്ക് മിക്കപ്പോഴും കിട്ടാറില്ല വെള്ളം. അങ്ങനെ വന്നപ്പോഴേക്കും ഓരോരുത്തർ ഇങ്ങനെ ജോലി ഉള്ള ആൾക്കാരെ ഇത് പണി മുടക്കാൻ വരുന്നതുകൊണ്ട് ഇങ്ങനെ ഇവിടെ വിട്ടു പോയി, വാടകയ്ക്ക് പോയി. പിന്നെ അവിടെ സ്ഥിരമായി. മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ ദ്വീപിൽ താമസം തുടർന്ന ജോസഫേട്ടൻ നെല്ലും പച്ചക്കറിയും മത്സ്യവുമൊക്കെ കൃഷി ചെയ്ത് സമാധാന ജീവിതം നയിച്ചു. അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം തൻ്റെ വഞ്ചി തുഴഞ്ഞ് മറുകരയിലേക്ക് പോകും. പുറം ലോകത്തെ വാർത്തകൾ അറിയാൻ റേഡിയോ മാത്രമായിരുന്നു ഒരു കാലത്ത് ജോസഫേട്ടൻ ആശ്രയിച്ചിരുന്നത്. ചുറ്റും നടക്കുന്ന സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ കൃത്യമായ നിലപാട് ജോസഫേട്ടനുണ്ട്. തെരഞ്ഞെടുപ്പിലെ ഓരോ വാർത്തയും അറിഞ്ഞിരുന്നതും റേഡിയോ വഴിയാണ്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. എല്ലാ ദിവസവും മറുകരയിൽ പോകും. അവിടെ വച്ച് പത്രം വായിക്കും, ചാനലുകൾ കാണും. ന്യൂസ് മലയാളത്തിൻ്റെ സ്ഥിരം പ്രേക്ഷകൻ കൂടിയാണ് ജോസഫേട്ടൻ. എല്ലാം അറിയാറുണ്ട്. അങ്ങനെ ഇപ്പോൾ രാവിലെ പേപ്പർ വരുമ്പോൾ പേപ്പർ വായിക്കും. പിന്നെ റേഡിയോ ന്യൂസ് കേൾക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ മൊബൈലുള്ളതുകൊണ്ട് മൊബൈലിൽ എല്ലാം ന്യൂസും മറ്റുള്ളതെല്ലാം കാണാറുണ്ട്. നമ്മൾക്കൊരു നിലപാടുണ്ട്. ആ പാർട്ടി നിലപാട് വെച്ച് നമ്മൾ ഇത് ചെയ്യും. പിന്നെ വ്യക്തികളെ ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ കുറേ വ്യക്തികളെ നോക്കും. നല്ല പ്രവർത്തനം ഇതൊക്കെ നടത്തുന്നതാണെങ്കിൽ അങ്ങനെ ഒരു പരിഗണനയിലുണ്ടാവും. സ്ഥിരമായിട്ട് കാണുന്നതുണ്ട്. എനിക്കിഷ്ടമാണ്. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും പ്രചാരണത്തിനായി മുറിക്കൽ ദ്വീപിലേക്ക് എത്താറുണ്ടെന്ന് ജോസഫേട്ടൻ പറയുന്നു. ഇടയ്ക്ക് സ്ഥാനാർത്ഥികളൊക്കെ വരും, വോട്ട് ആവശ്യപ്പെടും. ഇവിടുന്ന് കടമക്കുടി ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് വോട്ടുള്ളത്. അവിടെ പോയി വോട്ട് ചെയ്ത് വരും. നിങ്ങളുടെ ചാനലിൽ ഇപ്പോഴത്തെ ചുറ്റുപാടിലുള്ള രാഷ്ട്രീയ ചലനങ്ങളെല്ലാം നിങ്ങളുടെ ഇതൊക്കെ കാണാറുണ്ട്. ഡിബേറ്റും കാര്യങ്ങളും അതെല്ലാം മിക്ക ദിവസം കാണാറുണ്ട്. ഷീറ്റ് വലിച്ചു കെട്ടിയ ഒറ്റമുറി വീട്ടിലാണ് താമസമെങ്കിലും സംരക്ഷകരായ 5 വളർത്തുനായ്കൾ ജോസഫേട്ടൻ്റെ കൂടെയുണ്ട്. അതിൽ ജോസഫേട്ടൻ ഹാപ്പിയാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനും വോട്ട് ചെയ്യാൻ ജോസഫേട്ടൻ പോളിംഗ് ബൂത്തിലെത്തും. വോട്ട് രേഖപ്പെടുത്തുന്നത് കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളോട് കൂടി തന്നെയായിരിക്കും. കടമുക്കുടിയിലെ മുറിക്കൽ ദ്വീപിൽ നിന്നും ക്യാമറ പേഴ്സൺ ജിതിൻ ജോസിനോടൊപ്പം അനൽ കാസേത്ത്, ന്യൂസ് മലയാളം, കൊച്ചി.